കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. കേരളത്തെ വികസനം കൊണ്ട് മൂടുമെന്നും കേരളത്തെ മറ്റൊരു ഗുജറാത്താക്കി മാറ്റുമെന്നുമൊക്കെയാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. ഈ അവസരത്തിൽ BJPയും നരേന്ദ്രമോദിയും ഏറെ ഉയർത്തി കാണിക്കുന്ന ഈ ഗുജറാത്ത് മോഡലിനെ ഒന്ന് വിശകലനം ചെയ്യേണ്ട സമയമാണ്. നമുക്കറിയാം, കേരളത്തെക്കാൾ ഏറെ ജനസംഖ്യയുള്ള, ഏറെ ഭൂവിസ്തൃതിയുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ആ ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഗുജറാത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിൻതോർ കഴിഞ്ഞ മാസം ഒരു കോൺഗ്രസ് MLAക്ക് നിയമസഭയിൽ ഒരു മറുപടി നൽകുകയുണ്ടായി. ആ മറുപടിയിൽ അദ്ദേഹം പറയുന്നത്, ഗുജറാത്തിലെ 341 സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് റൂം മാത്രമാണുള്ളത്. അതായത് 341 സർക്കാർ സ്കൂളുകൾ ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ ക്ലാസ് റൂമുമായി മാത്രമാണ്. കേരളത്തിൽ ഒരൊറ്റ ക്ലാസ് റൂം മാത്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ പോലും ഇല്ല എന്ന് ഓരോ മലയാളിക്കും അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഇനി മറ്റൊരു വിവരം ഗുജറാത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പുറത്തു വന്നത് കഴിഞ്ഞ വർഷം 2023 മെയ്യിലാണ്. അത് ഗുജറാത്തിലെ അത്തവണത്തെ 10ാം ക്ലാസ് പരീക്ഷാ ഫലമായി. ആ പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഗുജറാത്ത് സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം മാത്രം 157 സ്കൂളുകളിൽ ഒരൊറ്റ വിദ്യാർത്ഥി പോലും 10ാം ക്ലാസ് പരീക്ഷ പാസ്സായിട്ടില്ല. കണക്കുകൾ അവിടെ കൊണ്ടും തീരുന്നില്ല. 3743 സ്കൂളുകളിൽ ഗുജറാത്തിൽ 50% താഴെയാണ് 10ാം ക്ലാസ്സിലെ വിജയ ശതമാനം. ഗുജറാത്തിലെ ആ വർഷത്തെ മൊത്തം വിജയ ശതമാനം തന്നെ 64.62% മാത്രമായിരുന്നു. അതായത് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്ത് ഒന്നാമതാണെങ്കിൽ, രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്ത്. ഇനി പോഷകാഹാരത്തിന്റെ കാര്യം എടുത്ത് പരിശോധിക്കാം. ഗുജറാത്തിലെ നീതി ആയോഗിന്റെ കണക്കു പ്രകാരം 38% ജനസംഖ്യയും പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട് എന്നാണ് നീതി ആയോഗിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഗ്രാമപ്രദേശങ്ങളിലെത്തുമ്പോൾ ഏറെ വർദ്ധിക്കും. 44.45% മാറും. നഗരപ്രദേശങ്ങളിൽ ഇത് 28.79%. പോഷകാഹാരക്കുറവിന്റെ കാര്യത്തിൽ ഉത്തർപ്രദേശിനേക്കാളും മധ്യപ്രദേശിനേക്കാളും ഛത്തീസ്ഗഡിനേക്കാളും ഒക്കെ മോശം പ്രകടനമാണ് ഗുജറാത്ത് കാഴ്ചവെക്കുന്നത് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി രൂപീകരിച്ച നീതി ആയോഗാണ്. ഇനി കുട്ടികളുടെ ശരീരഭാരത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ, ഗുജറാത്തിൽ 39% കുട്ടികളും പ്രായത്തിനൊത്ത ശരീരഭാരം ഇല്ലാത്തവരാണ്. ഈ വിഷയത്തിൽ രാജ്യത്തെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുമ്പോൾ എന്ത് വികസനമാണ് ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ഗുജറാത്ത് സർക്കാർ കൊണ്ടുവന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇനി പാർപ്പിടത്തിന്റെ കാര്യം എടുക്കാം. ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് അടച്ചുറപ്പുള്ള ഒരു പാർപ്പിടം. ഗുജറാത്തിലെ 23.30% ജനസംഖ്യയ്ക്കും അടച്ചുറപ്പുള്ള ഒരു പാർപ്പിടം ഇന്നും സ്വപ്നമാണ്. കേരളത്തിൽ പാർപ്പിടമില്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലൈഫ് മിഷൻ പോലെയുള്ള പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ രൂപം കൊടുക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ 23.30% ആളുകളും ഒരു അടച്ചുറപ്പുള്ള പാർപ്പിടമില്ലാതെ ജീവിക്കുന്നത്. ഗ്രാമീണ ജനസംഖ്യയുടെ 35.52% പേരും ഗുജറാത്തിൽ ഭവനരഹിതരാണ്. ഇനി ദാരിദ്ര്യത്തിന്റെ കാര്യം പരിശോധിക്കാം. ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത്. നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം 2019-21 കാലയളവിൽ ഗുജറാത്തിലെ അതിദാരിദ്ര്യർ എന്ന് പറയുന്നത് ജനസംഖ്യയുടെ 11.6%. കേരളത്തിൽ ഇതേ കാലയളവിൽ അതിദരിദ്രരുടെ എണ്ണം ജനസംഖ്യയുടെ വെറും 0.55% പറയുമ്പോൾ കേരളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഗുജറാത്തിനെ എത്ര ബഹുദൂരം പിന്നിലാക്കി എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇനി ആരോഗ്യ മേഖലയിലേക്ക് വരാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ആരോഗ്യ മേഖലയെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒറ്റ കണക്കിൽ കാര്യം ഒതുക്കാം. 1995 അന്നാണ് BJP ഗുജറാത്തിൽ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ഗുജറാത്തിൽ ഒരൊറ്റ സർക്കാർ ആശുപത്രി പോലും പണിതിട്ടില്ല, സർക്കാർ അനുവദിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് ഗുജറാത്തിന്റെ സ്വന്തം ആരോഗ്യമന്ത്രിയാണ്.
അവർ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പോലും ഗുജറാത്തിൽ 1995 ശേഷം വന്നിട്ടില്ല. ആകെ വന്നത് 2020 ഒരു എയിംസ് മാത്രമാണ്. ആ എയിംസ് ഉൾപ്പെടെ വെറും 7 സർക്കാർ ആശുപത്രികൾ മാത്രമാണ് മെഡിക്കൽ കോളേജുകൾ എന്ന നിലയിൽ ഗുജറാത്തിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണ്. ഇതാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിൻ്റെ നേർചിത്രം. ഈ ഗുജറാത്തിനെ മോഡൽ സംസ്ഥാനമായി ഉയർത്തി കാണിച്ചാണ് BJP 2014 മുതൽ വോട്ട് തേടുന്നത്. ഇനിയും BJPക്ക് വോട്ട് ചെയ്യാൻ മനസ്സിൽ ചിന്തിക്കുന്നവർ ഗുജറാത്തിലേക്കൊന്ന് നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.